ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 7th സെമസ്റ്റർ ബി.ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബാണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് പാരലൽ ആൻഡ് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. സോ ഇതാണ് നമ്മുടെ അപ്പാരറ്റസ്. നമുക്കിവിടെ ഇൻലെറ്റ് ഉണ്ടാവും. ഇൻലെറ്റിൽ നിന്ന് നമുക്ക് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഉണ്ടാവും. ഹോട്ട് വാട്ടർ നമ്മുടെ ഇവിടെ നിന്നാണ് നമ്മുടെ ഇൻലെറ്റ് വരുന്നത്. സോ കറസ്പോണ്ടിങ്ലി ഹോട്ട് വാട്ടറിനും കോൾഡ് വാട്ടറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻലെറ്റ് വന്ന് നമുക്ക് ഇതിൻ്റെ ഡിസ്ചാർജ് ഈ പോയിന്റിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുമ്പം ഇൻലെറ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇൻലെറ്റിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ 35 ആയിട്ടായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔട്ട്ലെറ്റിൻ്റെ ഡിസ്ചാർജ് നമ്മൾ 50 ആയിട്ടായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ഈ രണ്ട് നോബ് അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഇനി നമ്മൾ ഇവിടുന്ന് ഹോട്ട് വാട്ടർ വരുന്ന ഹോട്ട് വാട്ടർ ഹീറ്ററിൽ വന്നിട്ട് ഹീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഹീറ്റഡ് വാട്ടർ പിന്നെ നമ്മൾ ഇതിൻ്റെ ഇന്നർ ട്യൂബ് വഴി എൻറ്റയർലി ഫ്ലോ ചെയ്ത് ഔട്ട്ലെറ്റ് വഴി പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്നർ ട്യൂബിലായിരിക്കും നടക്കുന്നത്. ഇനി നമ്മൾ ഔട്ടർ ട്യൂബിൽ കൂടാണ് കോൾഡ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അതിൻ്റെ നമ്മൾ ഡിസ്ചാർജ് 50 ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഈ 50 മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന കോൾഡ് വാട്ടർ നമ്മൾ ഈ പൈപ്പ് വഴി ഇവിടെ എത്തുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ പാരലൽ ഫ്ലോയും കൗണ്ടർ ഫ്ലോയും റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പാരലൽ ഫ്ലോയും കൗണ്ടർ ഫ്ലോയും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ്. സോ പാരലൽ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഇവിടെ നിന്ന് നമുക്ക് പൈപ്പിൽ നിന്ന് ഇൻലെറ്റ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിടത്ത് നമ്മൾ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഹീറ്ററിലോട്ടുള്ള ഇൻലെറ്റ് ആണെങ്കിൽ ഇത് നമ്മൾ കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റാണ്. സോ ഇവിടുത്തെ നമ്മൾ ഡിസ്ചാർജ് 50 ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവിടുന്ന് ഇൻലെറ്റിൽ നിന്ന് വരുന്ന വെള്ളം ഈ പൈപ്പ് വഴി ഈ പോയിൻ്റാണ് എത്തുന്നത്. സോ നമ്മൾ പാരലൽ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പോയിൻ്റ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് വെക്കും. സോ അങ്ങനെ ക്ലോസ് ചെയ്യുമ്പം ഇവിടുന്ന് വരുന്ന വെള്ളം ഈ പോയിൻ്റിലെത്തിയിട്ട് ഇതുവഴി ഇങ്ങനെ ഇവിടെ വരും. സോ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഈ വഴി താഴെ വന്ന് ഈ ട്യൂബിൽ കൂടെയാണ് പോകുന്നത്. സോ ഈ പോയിന്റിൽ അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുന്ന് വരുന്ന ഹോട്ട് വാട്ടറും ഹീറ്ററിൽ നിന്ന് ഇവിടുന്ന് വരുന്ന ഹോട്ട് വാട്ടറും ഈ ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ കോൾഡ് വാട്ടറും സെയിം ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. അങ്ങനെ രണ്ടും ഫ്ലോയും ഒരേ ഡയറക്ഷൻ ആവുന്നത് തന്നെയാണ് നമ്മൾ പാരലൽ ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത് ഹോട്ട് വാട്ടർ ഈ ഔട്ട്ലെറ്റ് വഴി പുറത്തോട്ടും കോൾഡ് വാട്ടർ ഇവിടെ വന്നിട്ട് ഈ ഔട്ട്ലെറ്റ് വഴിയായിരിക്കും പുറത്തോട്ട് പോകുന്നത്. സോ ഇത്രയും ചെയ്യുമ്പോഴാണ് നമുക്ക് പാരലൽ ഫ്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറയുന്നത്. സോ ഇനി ഇവിടെ നമുക്ക് ഈ നോബ് വെച്ചായിരിക്കും നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡിജിറ്റലി ടെമ്പറേച്ചർ കാണാൻ പറ്റും. ഈ നോബിൽ 4 പോയിന്റുകളുണ്ട്. സോ നമ്മൾ പാരലൽ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുമ്പം ഈ ഓരോ പോയിന്റിലും ഓരോ പോയിന്റിലെയും കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ആയിരിക്കും കാണുന്നത്. ഈ 4 പോയിന്റ് എന്ന് പറയുന്നത് 4 ടെമ്പറേച്ചർ സെൻസിങ് പോയിന്റ്സ് ഉണ്ടാവും. ഇത് 4 ടെമ്പറേച്ചർ സെൻസിങ് പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓരോ ടെമ്പറേച്ചർ സെൻസറിലെയും കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതിലെ പാരലൽ ഫ്ലോ ആവുന്ന കേസിൽ 1 എന്ന് പറഞ്ഞാൽ ഹീറ്ററിൻ്റെ ഇൻലെറ്റ് എന്ന് പറയും. ഹീറ്ററിലെ ഇൻലെറ്റിലെ ടെമ്പറേച്ചറാണ് 1 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ ഔട്ട്ലെറ്റിലെ ടെമ്പറേച്ചർ 2ഉം കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റിലെ ടെമ്പറേച്ചർ 3ഉം കോൾഡ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ 4ഉമായിട്ടാണ് നമ്മൾ പാരലൽ ഫ്ലോയിൽ മെഷർ ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഓരോ നോബും അഡ്ജസ്റ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് കാണാൻ പറ്റും. സോ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാരലൽ ഫ്ലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹീറ്റർ ഓൺ ചെയ്ത് കൊടുക്കും. ഹീറ്റർ ഓൺ ചെയ്ത് കൊടുത്ത് ഒരു ഇൻലെറ്റിലെ ടെമ്പറേച്ചർ, അതായത് ഹോട്ട് വാട്ടർ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആവുന്നിടം വരെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഹീറ്ററിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറസ്പോണ്ടിങ്ലി ഇൻലെറ്റിലെ ടെമ്പറേച്ചർ, ഹീറ്ററിൻ്റെ ഇൻലെറ്റിലെ ടെമ്പറേച്ചറും ബാക്കി ഔട്ട്ലെറ്റും കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റും പറഞ്ഞ് 4 റീഡിങ്ങും ടെമ്പറേച്ചർ റീഡിങ്ങും നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഈ 4 റീഡിംഗ് ആണ് നമുക്ക് പാരലൽ ഫ്ലോ വേണ്ടത്. ഇത് വെച്ചാണ് നമ്മൾ ബാക്കി കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ കാണാം ഓൾമോസ്റ്റ് ഒരു സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. 50, 50.1, 50.2 എന്നുള്ള രീതിയിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ആയിട്ടുണ്ട് നമുക്കിവിടെ ഇൻലെറ്റിൽ. സോ ഇപ്പോൾ നമുക്ക് ഈ 4 പോയിന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ട് വാട്ടറിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും അതുപോലെ തന്നെ കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്യും. സോ നമുക്ക് ഇവിടെ 1 ഹോട്ട് വാട്ടറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ നമുക്ക് കിട്ടും. സോ ഈ ടെമ്പറേച്ചർ, അതായത് 49.9 അല്ലെങ്കിൽ 50 എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്യും. ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് 2ലോട്ടാക്കി
ഹോട്ട് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്യും. അത് 43.6 ആണ് നമുക്ക് ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. സോ അതാണ് നമ്മുടെ ഹോട്ട് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റിലുള്ള ടെമ്പറേച്ചർ. അതുപോലെ തന്നെ 3 ലിറ്റർ നമുക്ക് കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ കിട്ടും. അത് 29.5 ഡിഗ്രി ആയിരിക്കും കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചറും. 0.4 ലിറ്റർ നമുക്ക് കോൾഡ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചറും കിട്ടും. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റിൽ 29.5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഔട്ട്ലെറ്റ് വരുമ്പോൾ അത് കൂടി 33.133 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സോ അതിൽ തന്നെ മനസ്സിലാവും ഹീറ്ററിൽ നിന്നല്ലേ ഹോട്ട് വാട്ടറിൽ നിന്ന് വരുന്ന ഹീറ്റ് കോൾഡ് വാട്ടറിലോട്ട് ട്രാൻസ്ഫർ ആയി, അതാണ്ടാണ് കോൾഡ് വാട്ടർ ഹീറ്റായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇനിഷ്യലി ഹോട്ട് വാട്ടറിൻ്റെ ഇൻലെറ്റിലെ ടെമ്പറേച്ചർ 50 ആണെങ്കിൽ ഹോട്ട് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ വരുമ്പോൾ 43 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാം ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഹീറ്റ് എക്സ്ചേഞ്ച് എഫക്റ്റീവ്ലി നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണ് നമ്മൾ പാരൽ ഫ്ലോയിലിട്ട് നമ്മൾ 4 റീഡിങ് എടുക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് കൗണ്ടർ ഫ്ലോയിലും ഇതേ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യും. ഇനിയും കൗണ്ടർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻലെറ്റ് നമ്മൾ 50 ആക്കി തന്നെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് നമ്മൾ ട്യൂബ് വഴി വെള്ളം ഈ പോയിന്റിലെത്തും. നേരത്തെ നമ്മൾ പാരൽ ഫ്ലോ ചെയ്തത് ഇത് ക്ലോസ് ചെയ്തതുകൊണ്ട് ഈ വഴിയാണ് വാട്ടർ പോകുന്നതെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ പോയിന്റ് ഓപ്പൺ ആക്കി വെക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വരുന്ന വെള്ളം ഇനി ഈ വഴി താഴോട്ടായിരിക്കും വരുന്നത്. സോ ഇങ്ങനെ താഴോട്ട് വരുമ്പം നമ്മൾ ഈ പോയിന്റ് ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യും. സോ ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ വരുന്ന വെള്ളം ഈ പോയിന്റ് വന്ന് താഴോട്ട് വന്ന് ഹോട്ട് വാട്ടർ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇതിലേക്കൂടെ പോകുന്നത്. ഇവിടെ വരും നമ്മൾ ഈ വാൽവും ക്ലോസ് ചെയ്ത് വെക്കും. ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ഔട്ട്ലെറ്റ് ട്യൂബിൽ കൂടെ വരുന്ന കോൾഡ് വാട്ടർ ഇവിടെ വന്ന് ഈ വഴി ഈ ഔട്ട്ലെറ്റ് വഴിയായിരിക്കും പുറത്തോട്ട് പോകുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നേരത്തെ പാരലൽ ഫ്ലോയിൽ ഹോട്ട് വാട്ടറിൻ്റെ ഡയറക്ഷൻ ഇത് തന്നെയായിരുന്നു, കോൾഡ് വാട്ടറിൻ്റെയും സെയിം ഡയറക്ഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കൗണ്ടർ ഫ്ലോ അറേഞ്ച് ചെയ്യുമ്പം ഹോട്ട് വാട്ടറിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കോൾഡ് വാട്ടർ വരുന്നത്. ഇതിൻ്റെയും നമ്മൾ ഇതുപോലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യും. സോ ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ടോയെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പാരലൽ ഫ്ലോയിൽ 1ഉം 2 എന്നുള്ള പറഞ്ഞ പോയിന്റ് ഹോട്ട് വാട്ടറിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ആയിരുന്നു, 3ഉം 4ഉം കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ആയിരുന്നു. പക്ഷേ കൗണ്ടർ ഫ്ലോ വരുമ്പോൾ ഉള്ള ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ 0.3 എന്ന് പറയുന്ന കോൾഡ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റും 0.4 എന്ന് പറയുന്നത് കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റും ആയിരിക്കും. കാരണം പോയിന്റ് സെയിം ആണെങ്കിലും ഡയറക്ഷൻ വ്യത്യാസമുള്ളതുകൊണ്ട് കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും പാരലൽ ഫ്ലോയിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ നമുക്ക് പാരലൽ ഫ്ലോയിൽ 3 എന്ന് പറഞ്ഞ പോയിന്റ് കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റ് ആയിരുന്നെങ്കിൽ കൗണ്ടർ ഫ്ലോയിൽ വരുമ്പം 3 എന്ന് പറഞ്ഞ പോയിന്റ് കോൾഡ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റും ആയിരിക്കും, 4 എന്ന് പറഞ്ഞ പോയിന്റ് കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യും. ഇനി നമ്മൾ ചെയ്യുന്ന ബാക്കി പ്രൊസീജിയർ നമ്മൾ പാരലൽ ഫ്ലോ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ 0.1 വരെ നമ്മളിത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. സോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് ഇതൊരു സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഇപ്പം 50.2 ഡിഗ്രി സെൽഷ്യസ് ആയെങ്കിൽ നമ്മൾ ഈ 4 റീഡിങ്ങും എടുക്കും. സോ 1 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ കഴിഞ്ഞ പാരലൽ ഫ്ലോ ചെയ്ത പോലെ തന്നെ ഹോട്ട് വാട്ടറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ. സോ ഈ ഇൻലെറ്റ് ടെമ്പറേച്ചർ നമ്മൾ 50.4 എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യും. നമ്മൾ 2 ഇട്ട് കഴിഞ്ഞാൽ ഹോട്ട് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ നമുക്ക് കിട്ടും 43.5 ഡിഗ്രി സെൽഷ്യസ്. 3 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് കോൾഡ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചറാണ്. അതുപോലെ തന്നെ 4 ലിറ്റർ കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ കിട്ടും. കാരണം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 3 എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ 4നെ കാട്ടി. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പം ഇവിടെ ഇൻലെറ്റും വരും, ഇതായിരിക്കും ഔട്ട്ലെറ്റും വരുന്നത്. സോ കറസ്പോണ്ടിംഗ്ലി ടെമ്പറേച്ചർ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ 3 ആയിരിക്കും ഹയർ ടെമ്പറേച്ചർ 4നെ കാട്ടി. ഇനി നമ്മൾ നേരത്തെ പാരലൽ ഫ്ലോ ചെയ്ത പോലെ തന്നെ ഈ 4 വാല്യൂ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒബ്സർവേഷൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതാണ്. സോ ഈ ടേബിൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പാരലൽ ഫ്ലോയിനും കൗണ്ടർ ഫ്ലോയിനും നമ്മൾ 2 സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. ഇതിൽ രണ്ടിലും നമ്മൾ ഇൻലെറ്റ് ഡിസ്ചാർജ് 30ഉം 50ഉമായിട്ടും കൗണ്ടർ ഫ്ലോയിലിന് 32.5ഉം 57.5ഉം ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തത്. 30ഉം 50ഉം ആയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ ഇത് രണ്ടിൽ നമ്മൾ ഇൻലെറ്റ് ഫിക്സ് ചെയ്ത ഡിസ്ചാർജിൻ്റെ വാല്യൂ ആണ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിൽ നമ്മളിവിടെ നോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോട്ട് ചെയ്ത 4 വാല്യൂസ് ഉണ്ട്. നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് 4 നോബിലിട്ട് നമ്മൾ ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും ഹോട്ട് വാട്ടറിൻ്റെ ഇൻലെറ്റും കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റും വെച്ച് നമ്മൾ 4 ടെമ്പറേച്ചർ മെഷർ ചെയ്തു. പാരലൽ ഫ്ലോ മെഷർ ചെയ്ത 4 നമ്മൾ ഇതും എഴുതും, കൗണ്ടർ ഫ്ലോ മെഷർ ചെയ്ത 4 നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്യും. സോ ഇവിടെ അറിയാം കോൾഡ് വാട്ടർ ടെമ്പറേച്ചർ നമ്മൾ TC1 എന്ന് പറയുന്ന ഇൻലെറ്റും TCO എന്ന് പറയുന്ന ഔട്ട്ലെറ്റുമാണ് പാരലൽ ഫ്ലോയിൽ. കൗണ്ടർ ഫ്ലോയിൽ അതുപോലെ TCY എന്ന് പറയുന്നത് ഇൻലെറ്റും TCO എന്ന് പറയുന്നത് ഔട്ട്ലെറ്റുമാണ്. അതുപോലെ തന്നെ
ഹോട്ട് വാട്ടറിനെ നമ്മൾ TL1 TL0 ആയിട്ട് ഹോട്ട് വാട്ടറിൻ്റെ ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും ടെമ്പറേച്ചർ പാരൽ ഫ്ലോയിലും കൗണ്ടർ ഫ്ലോയിലും രണ്ടിലും നമ്മൾ മെഷർ ചെയ്തിരുന്നു. സോ ഇങ്ങനെയാണ് നിങ്ങൾ ടേബിൾ സെറ്റ് ചെയ്യുന്നതും ഇങ്ങനെയാണ് ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്യുന്നതും. ഇനി നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ പാരൽ ഫ്ലോയിൽ QH എന്ന് പറഞ്ഞ ഹോട്ട് വാട്ടർ ഡിസ്ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ അതിനുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. QH = MbCpH THI - TCO എന്ന് പറയുന്നത്. THI എന്ന് പറഞ്ഞ ഹോട്ട് വാട്ടറിൻ്റെ ഇൻലെറ്റും TCO എന്ന് പറയുന്ന കോൾഡ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റും ആയിരിക്കും. സോ അതാണ് ഹീറ്റ്, അതായത് ഹോട്ട് വാട്ടറിൻ്റെ ഡിസ്ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിലെ MBക്ക് നമുക്ക് കോമൺ വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ CPHന് നമ്മൾ കോമൺ വാല്യൂ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവും. ഇത് രണ്ട് നമ്മളിട്ട് QH നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇതുപോലെ തന്നെ കോൾഡ് വാട്ടറിൻ്റെ ഡിസ്ചാർജ് നമ്മൾ QC നമ്മൾ MC CPC TCO - TCI എന്നുള്ള വാല്യൂ ഇട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ QHും QCയും വാല്യൂയും കണ്ടുപിടിച്ച് നമ്മൾ ആവറേജ് ഡിസ്ചാർജ് QH + QC/2 എന്നുള്ള രീതിയിൽ നമ്മൾ ആവറേജ് ഡിസ്ചാർജ് കണ്ടുപിടിക്കും. ഇത് നമ്മൾ പാരൽ ഫ്ലോ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ കൗണ്ടർ ഫ്ലോയിലും ഇതേ മെത്തേഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്തായിരിക്കും. കൗണ്ടർ ഫ്ലോയിൽ നമ്മളിത് QHും QCയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇത് നമ്മൾ QH കാൽക്കുലേറ്റ് ചെയ്തു, കൗണ്ടർ ഫ്ലോയിൽ തന്നെ QCയും കാൽക്കുലേറ്റ് ചെയ്ത് ആവറേജ് ഡിസ്ചാർജ് നമ്മൾ ഹോട്ട് വാട്ടറിൻ്റെ കേസിലും കോൾഡ് വാട്ടറിൻ്റെ കേസിലും നമ്മൾ ആവറേജ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് LMTD ആണ്. LMTD കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് Q2 - Q1/log Q2/Q1 എന്ന് പറഞ്ഞ് നമ്മൾ LMTD കാൽക്കുലേറ്റ് ചെയ്യും. ഹോട്ട് വാട്ടറിനും പാരൽ ഫ്ലോയിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, കൗണ്ടർ ഫ്ലോയിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് LMTD നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. ഇതിൽ നമ്മൾ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ് μ0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് Q/A0 × LMTD എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷനിലിട്ട് നമ്മൾ പാരൽ ഫ്ലോയിലെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് നമ്മൾ കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് എക്സ്പെരിമെൻ്റലി 41.93 Wm²/ Kelvin ആണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ ഫ്ലോയിലും LMTD കണ്ടുപിടിച്ച് എഫക്റ്റീവ്നെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ എഫിഷ്യൻസിയാണ് LMTD കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നമ്മൾ എഫിഷ്യൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. THI - THW/THI - TCI എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ഇങ്ങനെ നമ്മൾ കൗണ്ടർ ഫ്ലോയിലും പാരൽ ഫ്ലോയിലും ചെയ്തിട്ട് അതിൻ്റെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എൻറ്റയർലി ഈ പാരൽ ഫ്ലോ ഡിറ്റർമിനേഷൻ ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് പാരൽ ഫ്ലോ ആൻഡ് കൗണ്ടർ ഫ്ലോ ഇൻ ഹീറ്റ് എക്സ്ചേഞ്ച് എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് നമ്മൾ എഫക്റ്റീവ്നെസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്.